എന്തായി, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല, ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാ. അപ്പൊ എങ്ങനെയാ അഭിമന്യു, കല്യാണത്തിന് തടസ്സമൊന്നുമില്ലല്ലോ? ഇല്ല, തടസ്സമൊന്നുമില്ല. ഞാൻ കല്യാണം കഴിക്കുന്നത് അമൃതയാണെന്നുള്ളത് മുമ്പേ തീരുമാനിച്ച കാര്യമല്ലേ. അമൃത കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതം. പക്ഷെ ഇപ്പോഴല്ല. പിന്നെ അശ്വതിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അതെപ്പോഴാ അശ്വതിയുടെ കല്യാണം? എന്തായാലും നമ്മളിപ്പോ തീരുമാനിച്ച ഡേറ്റിൽ നടക്കില്ല. പിന്നെ എപ്പോഴാ? ഞാൻ പറഞ്ഞില്ലേ, അശ്വതിയുടെ കല്യാണം കഴിയട്ടെ. അവള് ചെറിയ കുട്ടിയല്ലേ? വലിയ കുട്ടിയാവുമല്ലോ, 2 വർഷം കൂടെ കഴിയട്ടെ. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണം നടക്കുള്ളൂ? അച്ഛാ, അതാ നല്ലത്. അനിയത്തിമാരുടെ കാര്യല്ലേ എനിക്കും പ്രധാനം. അതുപോലെ തന്നെ അഭിക്കും. പിന്നെ 2 വർഷം എന്ന് പറയുന്നത് ദാന്നങ്ങ് പോയില്ലേ? അത് ശരിയാവില്ല. അതെ, ഇതെന്തോ മനഃപൂർവ്വമുള്ള ഒഴിഞ്ഞുമാറല. മറ്റെന്തോ കാര്യമുണ്ട്. അങ്ങനൊന്നുമില്ല. ചേച്ചി മിണ്ടാതിരിക്കെ. എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? അത്തരം കഴുതകളെയൊന്നും അല്ലല്ലോ ചേച്ചി വളർത്തി വലുതാക്കിയത്. അഭിയേട്ടൻ പറയട്ടെ, ഈ 2 വർഷം എന്ന് പറയുന്നത് 2 പേർക്ക് ഒരുമിക്കാനുള്ള സമയമാണോ അതോ വേർപിരിയാനുള്ള കാലയളവോ? മോളെ കല്യാണം കഴിക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയോടല്ലോ ചോദിച്ചത്. അഭിയേട്ടൻ പറയട്ടെ. മോളെ, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അശ്വതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കൂ. അല്ല മോനെ, അവള് കുട്ടിയല്ലേ, അവൾക്ക് ഇനി സമയമുണ്ടല്ലോ. അങ്ങളെ, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ. ഒരിക്കലും ഉപേക്ഷിച്ചു പോവല്ല. ഞാൻ ഉണ്ടാവും കൂടെ. ഈ പറഞ്ഞ 2 വർഷവും ഒരു കൂട്ടായിട്ട്. അച്ഛൻ്റെ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞൊഴിയാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ 2 വർഷത്തെ കാലാവധി പറയാൻ ആര് പറഞ്ഞു? അത് ഞാനങ്ങ് തീരുമാനിച്ചു, പറഞ്ഞു. ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 6 മാസത്തിനുള്ളിൽ ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അയാളുടെ തനി സ്വഭാവം തനിക്ക് മനസ്സിലാവും. അപ്പൊ താൻ തന്നെ അയാളെ ഇറക്കി വിട്ടോളൂ. അങ്ങനെ വന്നാൽ 2 വർഷമൊന്നും വേണ്ട. അതിനു മുമ്പ് നമ്മുടെ കല്യാണം നടക്കും. ഈ പറഞ്ഞ 6 മാസത്തിനുള്ളിൽ സ്വന്തം അച്ഛനെ അഭി സ്നേഹിച്ചു തുടങ്ങും. എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് താലി കെട്ടാൻ കഴുത്ത് നീട്ടിത്തരണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ ആലോചിക്കും, ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യം ഞാനും തീരുമാനിച്ചോളാം. ആയിക്കോട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.